നിലമ്പൂരത്തെ MLA ആയിട്ടുള്ള PV അൻവർ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള PV അൻവർ ഇന്ന് മലപ്പുറത്ത് SP ഓഫീസിന് മുമ്പിൽ ഒരു കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു. ആ കുത്തിയിരിപ്പ് സമരം നടത്തുന്നതിന് മുമ്പ് ചില പശ്ചാത്തലങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് വരാം. കാരണം അവിടുത്തെ SP എന്ന് പറയുന്നത് ശശിധരൻ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം SP കഴിഞ്ഞ തവണ ഒരു പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി PV അൻവർ MLA ആണ് വിളിച്ചിരുന്നത്. MLA ഈ SP-യെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നിശിതമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ നടത്തിയിരുന്നു. അതായത് ഇദ്ദേഹം വന്നിട്ട് 2 ചായ കുടിച്ചു വന്നും ആ സമയം എടുത്തിട്ടാണ്, കുറച്ച് വൈകിയാണ് SP വന്നതെന്നും, അങ്ങനെ ഇവരൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് SP വരുന്നതെങ്കിൽ ആ നിലപാട് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം രൂക്ഷമായ ചില പ്രയോഗങ്ങൾ നടത്തി. അതിനുശേഷം ഉടൻ തന്നെ ഈ SP ശശിധരൻ ഒരൊറ്റ വാചകത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ അനിഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം പോലും ഈ SP-യോട് എൻ്റെ വീട്ടിൽ നിന്ന് കളവ് പോയൊരു സാധനം എവിടെ, അത് പിടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള പല സംഭാഷണങ്ങളുമുണ്ട്. പിന്നെ ചില കാര്യത്തിൽ വണ്ടികൾ പിടിക്കുന്ന കാര്യത്തിൽ ചിലത് വിടണമെന്ന് MLA പറഞ്ഞിട്ടും കേട്ടില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉന്നയിച്ചു. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇന്ന് 2 ഞെട്ടിക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഓഡിയോ ക്ലിപ്പുകളിൽ ഒന്ന് ഈ PV അൻവർ എന്ന് പറയുന്ന MLA-യും രണ്ടാമത്തേത് സുജിത് ദാസ് എന്ന് പറയുന്ന ഇപ്പോൾ പത്തനംതിട്ട SP-യും മുൻ മലപ്പുറം SP-യുമായിരുന്ന ആളാണ് സംസാരിച്ചിട്ടുള്ളത്. ഇവർ തമ്മിൽ സംസാരിക്കാനുണ്ടായ കാരണം ഈ ഇപ്പോഴുള്ള SP ശശിധരനുമായിട്ടുണ്ടായിട്ടുള്ള ഒരു വടംവലിയുടെ ഭാഗമായിട്ട് അവിടെ നിൽക്കുന്ന ക്യാമ്പ് ഓഫീസ്, അതായത് SP-യുടെ വീടാണ് ക്യാമ്പ് ഓഫീസ് എന്ന് പറയുന്നത്. ആ ക്യാമ്പ് ഓഫീസിൽ നിന്ന് അവിടെയുള്ള ഒരു മരം മുറിച്ച് മാറ്റിയതുമായി ബന്ധപ്പെട്ട് നമ്മുടെ PV അൻവർ MLA ഒരു പരാതി കൊടുത്തു. സത്യത്തിൽ അത് സുജിത് ദാസിനെതിരെയുള്ള പരാതിയല്ല, പക്ഷേ സുജിത് ദാസ് എന്ന് പറയുന്ന മുൻ SP മുറിച്ചു കൊണ്ടുപോയി അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് SP ശശിധരന് പരാതി കൊടുത്തത്. അപ്പോൾ ശശിധരന് പരാതി കൊടുത്തിട്ട് നിങ്ങൾക്ക് അതെന്തുകൊണ്ട് അന്വേഷിക്കാൻ പറ്റിയില്ല എന്ന് ചോദിച്ചുകൊണ്ട് അതിൻ്റെ ഒരു സമ്മർദ്ദത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് അദ്ദേഹം അവിടെ കുത്തിയിരിപ്പ് സമരം തന്നെ നടത്തിയത്. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തെ കടത്തിവിട്ടില്ല അവിടെ നിൽക്കുന്ന പോലീസുകാരൻ. അതൊക്കെ വീഡിയോ മിക്കവാറും നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. കടത്തിവിട്ടില്ല, ആ പോലീസുകാരൻ എനിക്ക് അനുവാദമില്ലാതെ കടത്തിവിടാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇത് വീടാണെന്ന് പറഞ്ഞു, ഇവിടെ ആരും വരാറില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് SP-യുടെ ക്യാമ്പ് ഓഫീസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തോട് തർക്കിക്കുന്ന MLA തർക്കിക്കുന്ന വീഡിയോ MLA തന്നെ എടുത്തിട്ട് PV അൻവർ തന്നെ എടുത്തിട്ട് പുറത്തേക്ക് വിട്ടിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ സുജിത് ദാസ് വിളിച്ച് ഇദ്ദേഹത്തിനോട് താണ് വീണ് അപേക്ഷിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. കാരണം ഈ പരാതി ഒന്ന് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. കാരണം പരാതിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, സുജിത് ദാസ് അവിടെ മലപ്പുറം SP ആയിരുന്നപ്പോൾ അവിടുത്തെ ഒരു മരത്തിൻ്റെ ഒരു ഭാഗം മുറിച്ച് കൊണ്ടുപോയി എന്ന് പോലുള്ളൊരു കട്ടിൽ ഒരു ഭാഗം മുറിച്ച് കൊണ്ടുപോയി ഇദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ഏതോ ഗൃഹോപകരണമാക്കി മാറ്റി അത് കൊണ്ടുപോയി എന്ന് കൃത്യമായി അറിയാമെന്നും, അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോഴുള്ള SP അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് അദ്ദേഹം പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ സുജിത് ദാസ് വിളിച്ച് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ ഈ SP ശശിധരൻ എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ നിയമിച്ച ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് അയാൾ എന്നെ ഉപദ്രവിക്കും, പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ ഈ പരാതി ഒന്ന് പിൻവലിക്കണം എന്നാണ് പറയുന്നത്. വളരെ മയത്തിൽ വളരെ വീണ് അപേക്ഷിക്കുന്ന ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ആദ്യം ഈ മരത്തിന് 50,000 രൂപ തീരുമാനിച്ചു എന്നും പിന്നെ അത് 20,000 കുറഞ്ഞു എന്നും, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ MLA ചോദിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ ഈ ഓഡിയോ ക്ലിപ്പ് ഞാൻ ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട്, അപ്പോൾ കേൾക്കാം. അപ്പോൾ അതൊക്കെയാണ് ആദ്യം പറയുന്നത്. കൂടാതെ ഈ SP ശശിധരനെ കുറിച്ചുള്ള വളരെ മോശമായിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ ഈ ആദ്യത്തെ വോയിസ് ക്ലിപ്പുകളിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ സംസാരിക്കുന്നൊരു വോയിസ് ക്ലിപ്പാണ് ഇപ്പം നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇല്ല MLA, എന്നാൽ എനിക്കൊരു സഹായം ചെയ്യണം. അതായത് ഞാനത് 100% MLA-യുടെ സൈഡ് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ MLA-ക്ക് ഇന്നലെ കൊണ്ടിട്ട് ഈ ശ്രീജിത്ത് എസ്-യുടെ എന്തോ ഒരു പരാതി കൊണ്ട് MLA തന്നു. ലെറ്റർ പാടിൽ അയാൾക്ക് അയച്ചു കൊടുത്തു. അത് എനിക്കെതിരെയുള്ള ഒരു പരാതിയാണ്. എന്റെ ഒരേ ഒരു റിക്വസ്റ്റ്, MLA ആ പരാതി ഒന്ന് വിഡ്രോ ചെയ്യണം. ഇപ്പം നിങ്ങൾ വോയിസ് ക്ലിപ്പ് കേട്ടല്ലോ. ആ വോയിസ് ക്ലിപ്പ് കേട്ടതിന് ശേഷം ഇദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി സുജിത് ദാസ് എന്ന് പറയുന്ന SP, ഈ നമ്മുടെ PV അൻവർ എന്ന് പറയുന്ന MLA-യെ വിളിക്കുന്നുണ്ട്. അപ്പോൾ MLA അതിനു മുമ്പ് പറഞ്ഞേ കേട്ടല്ലോ, ഇത് ആലോചിക്കാം, ഞാനിത് പിൻവലിക്കുന്ന കാര്യം ആലോചിക്കാം, നിങ്ങൾ കാര്യങ്ങളൊക്കെ തരൂ എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ അദ്ദേഹം ഞാൻ പറഞ്ഞ ഒരു വ്യക്തിയെ നിങ്ങൾ അതേ സ്ഥലത്ത് തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വീണ് സംസാരിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഇനി വിളിക്കാൻ പോകുന്ന വോയിസ് ക്ലിപ്പിൽ ഇദ്ദേഹം പറയുന്ന വളരെ ഗുരുതരമായൊരു വോയിസ് ക്ലിപ്പ് ഇതാണ്. അത് MR അജിത് കുമാർ എന്ന് പറയുന്ന ആൾ, ഈ MR അജിത് കുമാർ എന്ന് പറയുന്നത് ഇപ്പോൾ ADGP ആണ്, അദ്ദേഹമാണ് സേന ഭരിക്കുന്നത് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും ചിന്തിക്കാൻ പോലും പേടിയാണ് എന്നാണ്
നമ്മുടെ ഈ സുജിത് ദാസ് പറയുന്നത്. സുജിത് ദാസിന് വേറൊരു ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട് കേട്ടോ. അദ്ദേഹം താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ ആരോപണ വിധേയനായിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന MR അജിത് കുമാറിനെ കുറിച്ചിട്ട് ഞാൻ ആലോചിക്കാൻ പോലും ഞങ്ങൾക്ക് പേടിയാണ്, അത്ര സർവ്വശക്തനാണ് അദ്ദേഹം. എങ്ങനെയാണ് പി വിജയൻ എന്ന് പറഞ്ഞ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്ന് IPS എടുത്ത് പിന്നീട് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റൊക്കെ നടത്തി വലിയ പേര് കേട്ടിട്ടുള്ള അദ്ദേഹത്തെ പോലും അടിച്ച് തകർത്തിരുത്തിയത് എങ്ങനെയാണ് എന്നാണ് ഇവർ തമ്മിലുള്ള വ്യക്തിപരമായ സംഭാഷണത്തിൽ ചോദിക്കുന്നത്. പിന്നെ പറയുന്നൊരു കാര്യം, MR അജിത് കുമാറാണ് ഈ പറയുന്ന പാലക്കാട് അദ്ദേഹത്തിൻ്റെ ഒരു അടിമക്കണ്ണിന് ഇരുത്തിയിട്ടുണ്ട് എന്നാണ് സുജിത്ത് പറയുന്നത്. അതായത് പാലക്കാട് SP എന്ന് പറയുന്നത് ഈ MR അജിത് കുമാറിൻ്റെ ADGPയുടെ അടിമക്കണ്ണാണ്. തൃശ്ശൂർ പിന്നെ SP ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പുള്ളി തന്നെയാണ് നേരിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. തൃശ്ശൂരിൽ നിന്നാണ് MR അജിത് കുമാർ കല്യാണം കഴിച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തൊരു കാര്യം അദ്ദേഹം പറയുന്നത്, കൂടാതെ മലപ്പുറത്ത് ഈ ശശിധരൻ ഇരുത്തിയേക്കണം അടിമക്കണ്ണാണ്, ഇവർ വണ്ടിയൊക്കെ പിടിച്ച് നടന്നോളും. ഇതിനിടയിലൂടെ ഈ MR അജിത് കുമാർ സ്വന്തം ബിസിനസ്സൊക്കെ ഗംഭീരമായിട്ട് നടത്തും എന്നുള്ളതാണ് പറയുന്നത്. അതിന് സാറ്, അതായത് PV അൻവറിനോട് പറയുന്നത് MLA ഒന്ന് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ചരിത്രം ഒന്ന് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ MLA ഈ പറയുന്ന ഭാര്യയുടെ സഹോദരങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ആലോചിച്ചാൽ മതി. അവരാണ് ഈ വലിയ ഉപസമാഹരണം നടത്തുന്നത്, സാമ്പത്തികമൊക്കെ മേടിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ നമ്മുടെ PV അൻവർ MLA തന്നെ പറയുന്ന ഒരു വാചകം എന്ന് പറയുന്നത്, മറുനാടൻ ഷാജനെ പിടിക്കാതിരുന്നതിൻ്റെ പിന്നിൽ MR അജിത് കുമാറാണെന്നും MR അജിത് കുമാർ അദ്ദേഹം എവിടെയാണെന്ന് അന്വേഷിച്ച് പറയണമെന്ന് അൻവറിനോട് പറഞ്ഞിരുന്നു. അങ്ങനെ അൻവർ അന്വേഷിച്ചിട്ട് ചില പൂനെയിലുണ്ട്, ചില സ്ഥലങ്ങളിലുണ്ട് എന്ന് പറഞ്ഞ് ചില അറിവുകൾ കൊടുത്തപ്പോൾ അവിടെ നിന്ന് പിന്നീട് പോലീസ് ചെല്ലുമ്പോഴേക്ക് ഷാജൻ പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ PV അൻവറിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ MR അജിത് കുമാർ എന്ന് പറഞ്ഞ ADGP തന്നെയാണ് വിവരങ്ങൾ ചോർത്തി കൊടുത്തതെന്നും അതിൻ്റെയൊക്കെ പ്രതിഫലമായിട്ട് ഷാജനെ രക്ഷിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് 2 കോടി രൂപ കൈക്കൂലി മേടിച്ചിട്ടുണ്ടെന്നും ആ 2 കോടി രൂപയിൽ 1.5 കോടി രൂപ പറഞ്ഞുറപ്പിച്ചതിൽ 1.5 കോടി രൂപ കൈപ്പറ്റിയെന്നും 50 ലക്ഷത്തിൻ്റെ പുറത്തൊരു തർക്കം നടക്കുകയാണ് എന്നുമൊക്കെയാണ് ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൂടാതെ നമ്മുടെ ഈ സുജിത് ദാസ് ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, ജാഫർ മാലിക് എന്ന് പറയുന്ന ഒരു IAS കാരൻ MLAയുമായിട്ട്, മലപ്പുറത്ത് നിന്ന് IAS കളക്ടർ MLAയുമായിട്ട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ നിഷ്പ്രയാസം തൂക്കി ദൂരെ എറിഞ്ഞില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഈ ശശിധരനെ തൂക്കി ദൂരെ എറിയാത്തത്? അദ്ദേഹം എനിക്ക് പാര വെച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. കൂടാതെ ശശിധരനെക്കുറിച്ചുള്ള മറ്റൊരു ആരോപണം, അദ്ദേഹത്തിനാണ് ഏറ്റവും ആദ്യം വന്ന് ഒരു അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി ബാബുരാജിനെതിരെ മൊഴി കൊടുത്തതെന്നും ആ മൊഴി രേഖപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല എന്നുമൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് അടുത്തൊരു വാചകം എന്ന് പറയുന്നത്, ഈ P ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ ഏറ്റവും അടുത്ത വലങ്കൈയാണ് ഈ പറയുന്ന അജിത് കുമാർ എന്ന് MR അജിത് കുമാർ. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഇവർക്ക് പേടിയാണ്. അദ്ദേഹം പറയുന്നത് കൃത്യമായിട്ട് ചെയ്യുക, ആ റേഞ്ച് മൊത്തം ഭരിക്കുന്നത് MR അജിത് കുമാറാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൽ മറ്റൊരു വാചകവും കൂടി നമ്മുടെ PV അൻവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾ കേൾക്കുമ്പോൾ ക്ലാരിറ്റി വരും നിങ്ങൾക്ക്. PV അൻവർ പറയുന്നത്, ഇത് MR അജിത് കുമാർ ജനങ്ങളെ മുഴുവൻ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? പോലീസ് സംവിധാനം ആകെ തന്നെ ജനങ്ങളോട് ശത്രുതാപരമായി പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്, കൃത്യമായി ജോലി ചെയ്യുന്നില്ല എന്നുള്ളത് PV അൻവർ കൂടി സമ്മതിക്കുന്ന ഒരു രേഖ കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മറുനാടൻ ഷാജനുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ P ശശിയായിട്ട് ബന്ധപ്പെട്ടും MR അജിത് കുമാറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഇവർ പല വിധത്തിലുള്ള സംഭാഷണങ്ങൾ നടക്കുന്നതിന് ഞെട്ടിക്കുന്ന ഒരു ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇതെന്തായാലും അവർക്ക് നിഷേധിക്കാൻ കഴിയില്ല. നമ്മൾ മാധ്യമങ്ങളിൽ ചിലരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് PV അൻവർ തന്നെയാണ് പുറത്തേക്ക് വിട്ടതെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വലിയ കേരളത്തിലെ ഭരണം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഏതാണ്ട് ബോധ്യമാകും. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാചകം കൂടി നിങ്ങൾ കേൾക്കാനുള്ളത്, സുജിത് ദാസ് പറയുന്നത്, ഞാൻ 25ാമത്തെ വയസ്സിലാണ് ജോലിക്ക് കയറിയത്, ഞാനൊരു DGP ഒക്കെ ആയിട്ടായിരിക്കും റിട്ടയർ ചെയ്യുക, ദൈവം അനുഗ്രഹിച്ചാൽ ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷേ ആ സമയത്തോളം ഞാൻ വളരെ വിനീത വിധേയനായിരിക്കും PV അൻവർ MLAക്ക്, അതുകൊണ്ട് എന്നെ ഉപദ്രവിക്കരുത്, എന്നെ സഹായിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം നോക്കട്ടെ, ഞാൻ തിരുവനന്തപുരത്ത് പോയി അന്വേഷിക്കാം എന്നാണ്. എന്താണെങ്കിലും കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. അടുത്ത ഒരു വീഡിയോ ക്ലിപ്പ് കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആദ്യത്തേതിനേക്കാൾ ഏറ്റവും നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് ഈ വീഡിയോ ക്ലിപ്പിലുള്ളത്. നമസ്കാരം, കേൾക്കാമോ? നമസ്കാരം, കേൾക്കാം. ഇന്നലെ കുറച്ച് കൊച്ചി അടുത്ത് കിടന്നോണ്ട് എനിക്ക് ഫോൺ സൈലന്റ് ആയിട്ട് കേൾക്കാൻ പറ്റാതെ പോയി. ശരി. ഇപ്പൊ വേറെന്താ വിശേഷം? ഹലോ MLA കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചേ ഉള്ളൂ.
ഇന്നലെ കോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ കണ്ടില്ല. ഈ കൊച്ചിന്റെ അടുത്ത് കിടന്നുകൊണ്ട് ഫോൺ അത് സൈലന്റ്. നിങ്ങൾ 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഞാൻ യാത്രയിലായിരുന്നു. പിന്നെ വീട്ടിലെത്തിയിട്ടാണ് വിളിച്ചത്. യാത്ര പിന്നെ നിങ്ങൾ കിടന്നു വിചാരിച്ചു. രാവിലെ വിളിച്ചപ്പോ രാവിലെ കിട്ടിയില്ലല്ലോ, രാവിലെ എടുക്കാൻ പറ്റിയില്ല. രാവിലെ എന്താ വേറെ വിശേഷങ്ങൾ? വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇന്ന് ഇപ്പൊ MLA ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു, ശശിധരന്റെ. അത് നിലമ്പൂരിന്ന് ഒരു കക്ഷി അയച്ചു തന്നാ. എനിക്ക് അങ്ങനെ ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അയച്ചു കണ്ടായിരുന്നു. വേറെ എന്താണ് SP വിശേഷം? എന്നോടൊന്ന് നമ്മൾ ഇന്നലെ കോണ്ടാക്ട് ചെയ്യേണ്ട ആള് അങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിരിക്കുക, ഇവിടെ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് എനിക്ക് വേണ്ടി ഒന്ന് വിഡ്രോ ആ പരാതി ഒന്ന് പിൻവലിച്ചുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ല, നമുക്ക് ചെയ്യാം. നമ്മൾ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞതല്ല, അങ്ങനെ പോസിറ്റീവായി അത് ആ രൂപത്തിലാക്കാൻ കഴിയുന്നില്ലേ? അതെ അതെ, MLA അതും ചെയ്ത്. ഞാൻ എന്താ പറയാ, വളരെ സിമ്പിളായിട്ട് സാധാരണ മനുഷ്യന്മാരുടെ മലപ്പുറത്ത് പറയുന്ന പോലെ പറയുകയാണെങ്കിൽ 25 വർഷം കൂടെ സർവീസ് കൊണ്ട് ഞാൻ MLAയോട് കടപ്പെട്ടിരിക്കും, അത്രയേ ഉള്ളൂ. എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. അതൊക്കെ ഉറപ്പുള്ള കാര്യമല്ലേ. നമ്മളിപ്പോ എന്തായാലും അത് എന്റെ ഒരു കാര്യപ്രാപ്തിക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ല. എന്തായാലും വയസ്സ് 25-ാമത്തെ വയസ്സ് സർവീസിൽ കയറിയതാ. DGP ആയിട്ട് റിട്ടയർഡ് ചെയ്യാൻ ആരോഗ്യവും ആയുസും തന്നാൽ ഈശ്വരൻ. അതുവരെ ഞാൻ MLAയോട് കടപ്പെട്ടിരിക്കും. MLA ഒരു സഹോദരനോട് സംസാരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ കരുതാൻ പറ്റും എനിക്കറിയില്ല. MLAക്ക് ഒരു സഹോദരനെ പോലെ കരുതാൻ പറ്റിയെങ്കിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ എന്നെയും കൂടെ വെച്ചേക്കണം, ഞാൻ നിലമ്പൂരുകാരൻ അല്ലെങ്കിൽ പോലും. അല്ലാതെ കുഴപ്പമില്ല. നമുക്കിപ്പോൾ അതുപോലെയുള്ള ഒരുപാട് ബ്രദേഴ്സ് നാട് മുഴുവൻ പല ഭാഗത്തുണ്ടല്ലോ. നിലമ്പൂര് മലപ്പുറം ഒന്നും റിലേഷൻഷിപ്പിന് ബാരിക്കേഡല്ലല്ലോ. അപ്പോൾ ഞാൻ നോക്കട്ടെ, നാളെ മലപ്പുറത്തേക്ക് ട്രിവാൻഡ്രം പോകാൻ പറ്റുമോ നോക്കുന്നു. ഞാൻ ട്രെയിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം പോവല്ലേ? അങ്ങനെയാണെങ്കിൽ മറ്റന്നാളത്തേക്ക് തീരുമാനം. കത്തിപ്പടരുകയാണല്ലോ. അതെ അതെ അതെ, വളരെ വഷളാണ് അവസ്ഥയൊക്കെയല്ലേ പോകുന്നത്. വഷളായിക്കൊണ്ടുപോയി. ഇനിയിപ്പം കുറെ സ്ത്രീകൾ ഇതിനെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടല്ലേ? അതെ അതെ, സ്റ്റേറ്റ്മെന്റ്. ഞാൻ പിന്നെ ആ വാർത്തയെ ശ്രദ്ധിക്കാറില്ല, കാരണം ആ മേഖല നമ്മൾ സിനിമ മേഖലയായിട്ട് നമുക്ക് ഒരു ബന്ധമില്ല കഴിഞ്ഞ 10-15 വർഷമായിട്ട്. അതുകൊണ്ടത് വേറൊരു വാർത്തയില്ലല്ലോ, അതുകൊണ്ട് വാർത്ത തന്നെ ഇപ്പൊ നോക്കാറില്ല. എപ്പോൾ തുറന്നാലും ഇതാണുള്ളത്. അതെ അതെ.